Hello guys, welcome back to Peak Time Learners. LBS MC Admission 2026ന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് 26th വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ തിങ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആൻഡ് ഏതൊക്കെ അലോട്ട്മെന്റ്സ് ആണുള്ളത് ആ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2026ന്റെ കോളേജ് ലിസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട് ആൻഡ് അതിൽ ടോട്ടൽ 61 കോളേജസ് ആണുള്ളത്. 3 ഗവൺമെന്റ് കോളേജസ് ആണുള്ളത്. CET ട്രിവാൻഡ്രം, GC തൃശൂർ ആൻഡ് RIT കോട്ടയം. ആൻഡ് ഓരോ കോളേജിലും 60 സീറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ് ഓരോ കോളേജിലും ഈ ഗവൺമെന്റ് കോളേജിൽ ഓരോ സെമ്മിന്റെയും ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 3680 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എയ്ഡഡ് കോളേജസ് ആണ്. 2 എയ്ഡഡ് കോളേജസ് ആണുള്ളത്. രണ്ടിലും 51 സീറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ MA കോതമംഗലം ആൻഡ് TKM കൊല്ലം ഈ 2 കോളേജസ് ആണ് വരുന്നത്. ഓരോ കോളേജിലും 51 സീറ്റ്സ് ഉണ്ട്. ആൻഡ് ഇവിടെയും ഗവൺമെന്റ് കോളേജിലുള്ള സെയിം ഫീസ് ആണ്. ഇവിടെയും ട്യൂഷൻ ഫീസ് വരുന്നത് 3680 ആണ് പെർ സെം. ഇനി അത് കഴിഞ്ഞിട്ട് 9 ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണുള്ളത്. ആൻഡ് ഇതിലൊക്കെ സീറ്റ് വേരി ആവും. ചില കോളേജിൽ 15 സീറ്റ്സ് ആണുള്ളത്, ചിലതിൽ 30, ചിലതിൽ 60. അങ്ങനെ സീറ്റ്സും വേരി ആവുന്നുണ്ട് ആൻഡ് അതേപോലെ തന്നെ ഫീസും വേരി ആവുന്നുണ്ട്. പെർ സെമ്മിന്റെ ട്യൂഷൻ ഫീസ് 21,000 to 45,000 ആണ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിൽ വരുന്ന ഫീസ് റേഞ്ച്. ആൻഡ് 47 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണുള്ളത്. ആൻഡ് അതിന്റെ ഫീസ് ഒക്കെ ഓരോ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറും. ആൻഡ് ഇതിന്റെ PDF ഒഫീഷ്യൽ സൈറ്റിലുണ്ട് ആൻഡ് ടെലഗ്രാം ചാനലിലുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോളേജ് ഏതാണോ അതിനെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കാം. ഇനി ആ കോളേജ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഏത് കോളേജ് ആണോ നോക്കുന്നത് അതിനെ സെക്കൻഡ് ആയിട്ട് വെക്കുക. ഇനി അതും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോളേജ് ഏതാണോ അതിനെ തേർഡ് ആയിട്ട് വെക്കുക. ഇങ്ങനെ ഒരു ഓർഡർ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5 കോളേജസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളേജ് നിങ്ങളുടെ റാങ്കിന് ഈക്വൽ അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റാങ്കിന് ആ ഒരു കോളേജ് കിട്ടൂല എങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കൊടുത്ത സെക്കൻഡ് കോളേജ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. അത് റാങ്കുമായിട്ട് മാച്ച് ആവുന്നില്ല എങ്കിൽ തേർഡ് കോളേജ് നോക്കും. ഇങ്ങനെ ആയിരിക്കും ഒരു ഓർഡറിൽ നോക്കുന്നത്. സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് റാങ്ക് കുറവാണെന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്ത കോളേജിന്റെ ലിസ്റ്റ് ഒന്നും കൊടുക്കാതെ നിൽക്കണ്ട. നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്ത കോളേജസ് കാണൂലേ, അതിന് ടോപ്പിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് കുറച്ച് കോളേജസ് വെച്ച് കാണൂലേ, അതിനെ ഈ ലിസ്റ്റ് കഴിഞ്ഞിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സേഫർ ആയിരിക്കും. ടോപ്പ് ഓപ്ഷൻസിൽ നിങ്ങൾ പ്രിഫർ ചെയ്ത കോളേജസും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് ബേസ്ഡ് ആയിട്ടുള്ള കോളേജസും കാണും. അപ്പോൾ അത് സേഫർ ആയിരിക്കും. ഇനി മസ്റ്റ് ആയിട്ട് എല്ലാവരും തന്നെ ഈ ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടുവാണെങ്കിൽ ഒരു പ്ലസ് ആണ്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് 2 അലോട്ട്മെന്റ്സ് ആയിരിക്കും വരുന്നത്. റെഗുലർ അലോട്ട്മെന്റ്സ് 2 ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ഉണ്ട്. ഇപ്പോൾ വൺസ് നിങ്ങൾ ഈ കോളേജ് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 2 അലോട്ട്മെന്റ്സിലും തന്നെ നിങ്ങൾ കൊടുത്ത ഈ ഒരു കോളേജ് ലിസ്റ്റ് മാത്രമായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തേർഡ് കോളേജ് ആണ് കിട്ടുന്നതെന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഓക്കെ ആണെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ അല്ല എങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ 3ക്ക് മേളിലുള്ള ആ ഒരു കോളേജ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് എത്തുള്ളൂ ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ. ഇനി 3ക്ക് താഴെ ഒരു കോളേജ് ഉണ്ട്, അത് ഡിസ്കാർഡായി പോകും. അപ്പോൾ ഇതിന് മേളിലുള്ള കോളേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ റീഅറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കോളേജസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് പുതിയ കോളേജസ് ഒന്നും ആഡ് ആക്കാൻ പറ്റൂല. ഇനി ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് അലോട്ട്മെന്റ് മെമ്മോ എല്ലാം കിട്ടും, പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരും. സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതിയ കോളേജിന്റെ ലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ കോളേജ് വൈസിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ കോളേജ് വൈസിൽ സ്പോട്ട് അലോട്ട്മെന്റും നടക്കും. ഇനി നിങ്ങൾ ഹയർ ഓപ്ഷൻസിൽ കൊടുത്ത കോളേജിനായിരിക്കും ഹയർ പ്രയോറിറ്റി ഉള്ളത്. സോ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഓരോ കോളേജ് കൊടുക്കുമ്പോൾ ആ കോളേജിൽ പ്ലേസ്മെന്റ് എങ്ങനെയാണ്, അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് ഫുള്ളായിട്ട് റിസർച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അവർ ടോക്കൺ ഫീ പേ ചെയ്യാൻ ഒരു സ്പെസിഫിക് ടൈം തരും. ആ ഒരു ടൈമിന്റെ അകത്ത് ടോക്കൺ ഫീ പേ ചെയ്യാം. ടോക്കൺ ഫീ പേ ചെയ്താൽ നമുക്ക് ആ ഒരു കോളേജ് കൺഫേം ആയിരിക്കും. ഇനി ടോക്കൺ ഫീ പേ ചെയ്തില്ലെങ്കിൽ ആ കോളേജും പോവും. നെക്സ്റ്റ് അലോട്ട്മെന്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ടോക്കൺ ഫീ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓർ എയ്ഡഡ് കോളേജസ് ആണെങ്കിൽ 7,640 ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണെങ്കിൽ 10,000. പിന്നെ SC ST OEC സ്റ്റുഡൻസ് ആണെങ്കിൽ 1,000 ആണ്. ഇപ്പോൾ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഫീസ് ആണ് പേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് കിട്ടുന്നതെന്ന് വെക്കാം.
അപ്പോൾ ആ കേസിൽ നിങ്ങൾ 10,000 ടോക്കൺ ഫീ പേ ചെയ്യണം. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ എമൗണ്ട് പേ ചെയ്യണം. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് കോളേജ് ആണ് കിട്ടിയേക്കുന്നതെന്ന് വെക്കാം. ആ കേസിൽ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ 7,360 അല്ലേ ഫീസ്. ആ കേസിൽ ഈ ഒരു ബാലൻസ് എമൗണ്ട് ഈ 10,000 നിന്ന് ഈ 7,360 മാത്രം എടുത്തിട്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ബട്ട് ഉടനെ കിട്ടത്തില്ല. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ഒരു എയ്ഡഡ് കോളേജ് കിട്ടി. ബട്ട് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ആണ് വേണ്ടതെന്ന് വെക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ 7,360 ആയിരിക്കും പേ ചെയ്തിട്ടുള്ളത്. ഇനി സെൽഫ് ഫിനാൻസിങ് കിട്ടിയാൽ നിങ്ങൾ 10,000 റുപ്പീസ് പേ ചെയ്യണം. അപ്പോൾ ആ കേസിൽ ഈ 7,000 നിങ്ങൾ ഓൾറെഡി പേ ചെയ്തല്ലോ. അപ്പോൾ എക്സ്ട്രാ മണി മാത്രം പേ ചെയ്താലും മതി. അതാണ് ഈ രണ്ട് അലോട്ട്മെന്റിലും ഉള്ള പ്രോസസ്സ്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് മെമ്മോ ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് കോളേജസിൽ പോയിട്ട് അവർ പറയുന്ന ഡേറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് ഇതിൽ നോട്ട് ചെയ്യേണ്ട തിങ്, നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫർദർ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ കൺഫേം ചെയ്യണം ഈ ഒരു ഇത് കിട്ടുമോയെന്ന്. ബിക്കോസ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ NOC കിട്ടുമോയെന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ കോളേജസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോളേജ് ഓക്കെ ആണെങ്കിൽ ഈ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം. ആൻഡ് ഈ എമൗണ്ട് ലാസ്റ്റ് ഇയറിൻ്റെ ആണ്. ഈ ഇയറിൽ ചേഞ്ചസ് ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ചേഞ്ച് ആവും, അല്ലെങ്കിൽ ചേഞ്ച് ആവത്തില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദീസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി. താങ്ക്